Hello my dear friends, welcome to my YouTube channel. Haru and Tanu. ഇന്ന് നമ്മൾ മാമ്പഴ പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ നല്ല പഴുത്ത മാങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തൊലി മാറ്റാം. Yummy. താനോടണ്ട വെച്ചേക്കല്ലേ. നല്ല പഴുത്ത മാമ്പഴമാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മാമ്പഴത്തിൻ്റെ തൊലിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ സത്തൊന്ന് പിഴിഞ്ഞെടുക്കാം. മതി. ഇനി നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ സത്തുള്ള ഈ വെള്ളം ഒഴിച്ചിട്ട് മാമ്പഴം വേവിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാമ്പഴം വേകാനായിട്ട് വെക്കാം. മാമ്പഴം ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഒരു മീഡിയം സൈസ്ഡ് തേങ്ങ ഇവിടെ ചിരണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് അരിഞ്ഞു പോകണ്ട. അവിയലിൻ്റെ ആ ഒരു പാകത്തിന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്ത മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് മാമ്പഴത്തിന് ആവശ്യത്തിന് മധുരമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്തേക്കുന്ന മാമ്പഴത്തിന് മധുരമുണ്ട് എങ്കിലും നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാമ്പഴം വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതുപോലെ തന്നെ കടുകിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലൊരു കട്ടയായിട്ടുള്ളൊരു കറിയാണ്. അധികം വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ആദ്യം ചേർത്തിട്ടുള്ള ആ വെള്ളം മാത്രമേ ഉള്ളൂ. തേങ്ങ ഒന്ന് പൾസ് ചെയ്തെടുത്ത സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായില്ല. കുറച്ചൊരു കട്ടയായിട്ടുള്ള ഒരു കറിയാണ്. കടുക് അങ്ങനെ ഒരുപാട് അരിഞ്ഞു പോകണ്ട. ഇതുപോലെ ഒന്ന് എല്ലാ കടുകും ഒന്ന് പൊട്ടി വന്നാൽ മതി. അരിക്കുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തേങ്ങയും അധികം അരിഞ്ഞു പോകണ്ട, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. തേങ്ങ ചേർത്തിട്ട് ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് പോവുകയാണ്.
ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർക്കാം. നല്ല മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹലോ ആൻഡ് തനു. ബൈ.